മുണ്ടക്കൈ ചുരമല ദുരിതബാധിതർക്ക് മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകിയ വീടുകളുടെ ഗൃഹപ്രവേശ ദിവസമാണെന്ന്. ഗുണഭോക്താക്കൾ ഇന്നു മുതൽ താമസം തുടങ്ങിയാണ്. ആദ്യഘട്ടത്തിൽ നിർമ്മാണം പൂർത്തിയായ 51 വീടുകളാണിപ്പോൾ കൈമാറിയിരിക്കുന്നത്. ഓരോരുത്തരുടെയും വിശ്വാസപ്രകാരമുള്ള ചടങ്ങുകൾ ഓരോ വീടുകളിലും നടത്തി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി നമ്മോടൊപ്പം തത്സമയം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി. ഏതായാലും രാവിലെ ഒരു സന്തോഷ വാർത്തയാണ്. ചൂട് പാമ്പുകടി വാർത്തകൾക്കിടെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് നൽകുന്ന വീടുകളുടെ സന്തോഷ വാർത്ത വരുന്നത്. നിങ്ങളാണെങ്കിൽ ഇതിലൊരു PR വേണ്ട എന്ന് കൃത്യമായി തീരുമാനിക്കുകയും ചെയ്യുകയാണ്. ഈ ഗൃഹപ്രവേശ സമയത്ത് ഈ വൈകുന്നേരം 4 മണിക്ക് വീടുകൾ കൈമാറുന്ന സമയത്ത് പാർട്ടി പ്രവർത്തകരൊന്നും അങ്ങോട്ട് വന്ന് വലിയ രീതിയിൽ അതൊരു വാർത്തയാക്കണ്ട എന്നൊരു നിലപാടിലേക്ക് നിങ്ങൾ എത്തുകയാണല്ലോ. അപ്പോൾ അപ്പുറത്താണെങ്കിൽ വലിയ PR പരിപാടികൾ നടക്കുന്നു. എന്തുകൊണ്ടാണ് ലീഗ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത് ശ്രീ കുഞ്ഞാലിക്കുട്ടി? അല്ല, നമ്മൾ ആ ദുരന്തം നമുക്കറിയാലോ. അത് നമ്മൾ അതിൻ്റെ നിലക്ക് തന്നെ കാണണം. അവർ നേരിട്ട ആ വിഷയത്തിൽ നമ്മൾ അവരെ ആശ്വസിപ്പിക്കുമ്പോൾ അവരുടെ സ്വകാര്യതയും മാന്യതയൊക്കെ കീപ്പ് ചെയ്ത് പോകണം. നമ്മൾ അതിനെ PR വർക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട ആവശ്യം വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് നമുക്ക് പ്രചരിപ്പിക്കണമെങ്കിൽ. അപ്പം അതുകൊണ്ട് അതിൽ ഞങ്ങൾ ആദ്യം അതിനൊന്നും പോയിട്ടില്ല. ഞങ്ങൾ പറഞ്ഞ വാക്ക് പാലിച്ച് അവർക്കത് ചെയ്തു കൊടുക്കണം നിർബന്ധം ഉണ്ടായിരുന്നു. അതിൽ പകുതിയിലേറെ ഞങ്ങൾ നിർവഹിക്കുകയാണ്. മറ്റൊരു 25 പെട്ടെന്ന് വരും. അപ്പോൾ ആത്മാർത്ഥമായിട്ടൊരു കാര്യം ചെയ്താൽ നിങ്ങളൊക്കെ അത് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് ലോകം അറിയല്ലോ. പിന്നെ അതിനുവേണ്ടി നമ്മൾ ഒരുപാട് PR വർക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാരണം മാത്രമല്ല, ഇവിടെ ഇപ്പോൾ ഞങ്ങൾ ഈ വീട് കാണാനും മറ്റുമൊക്കെ വരുന്ന ആളുകൾ അവർക്കൊരു ബുദ്ധിമുട്ടാകരുത് എന്നുള്ള പ്രശ്നത്തിലാണുള്ളത്. അത്രയധികം ആളുകൾ ഈ മനോഹരമായ വീട് നോക്കി വാർത്തകളൊക്കെ വന്നപ്പോൾ അത് കാണാനും കഴിച്ചു വരിക. ചെറിയ വീടല്ലല്ലോ കൊടുത്തിരിക്കുന്നത്. 3 ബെഡ്റൂം ഉണ്ട്, എല്ലാവിധ സൗകര്യമുണ്ട്. ഇനിയിപ്പോൾ വേണമെങ്കിൽ ഭാവിയിൽ അവർക്ക് സാമ്പത്തികമായൊക്കെ നല്ല അവസ്ഥയാവുകയാണെങ്കിൽ മുകളിലേക്ക് വീടെടുക്കാനുള്ള സംവിധാനം കൂടി ഒരുക്കിയിട്ടാണ് വീടുള്ളത്. വീടിനോട് അനുബന്ധിച്ചുള്ള കിണറായാലും മറ്റു സൗകര്യങ്ങളും എല്ലാം ഒരുക്കിയിരിക്കുകയാണ്. ഇങ്ങനെ ഒരു പ്ലാൻ ആരുടെ തലയിൽ, ആരുടെ ബുദ്ധിയിൽ ഉദിച്ചാണ് ശ്രീ കുഞ്ഞാലിക്കുട്ടി? അല്ല, ഇതിപ്പോൾ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും അറിയാലോ, പാണക്കാട് കുടുംബത്തിൻ്റെ ഒരു ടച്ച് ഉണ്ട്. അപ്പോൾ അവർ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിലൊരു സത്യസന്ധതയും അതിന് പറയുന്ന വാക്കിന് വില വേണം എന്നുള്ളത് വലിയ നിർബന്ധമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെയാണ് നേതൃത്വം കൊടുത്തത്. പിന്നെ അതിന് ഒരു MLA കമ്മിറ്റി, PK ബഷീർ കമ്മിറ്റി, അവിടുത്തെ ജില്ലാ കമ്മിറ്റി, സംവിധാനമൊക്കെ ഞങ്ങളുടെ പാർട്ടി സംവിധാനം തന്നെയാണ്. അതിലൊരു സംശയമൊന്നുമില്ല. പക്ഷേ വച്ചത് നല്ല ആർക്കിടെക്ട്, നല്ല കോൺട്രാക്ടർ, അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യം സംബന്ധിച്ച് അതിൽ എക്സ്പെർട്ടൈസ് ഉള്ളവർ, ടോണി എല്ലാവർക്കും അറിയാം, അതുപോലെ നിർമ്മാണം, അതുപോലെ മലബാർ ടെക്, ഇങ്ങനെ പ്രശസ്ത കമ്പനികളെ വെച്ച് വ്യത്യസ്തമായ വർക്കുകൾ അവർക്ക് കൊടുത്ത് അതിൻ്റേതായ ഡീസെൻട്രലൈസ് ചെയ്തിട്ട് ഓരോരോ കമ്മിറ്റികൾ സൂപ്പർവൈസ് ചെയ്ത് യാതൊരു കുറവും വരാതെ പോവാം. പിന്നെ അല്പം ചിലവ് കൂടിയാലും തിരക്കില്ല. പ്രവർത്തകർ കുറേ ഫണ്ട് തന്നിട്ട് അതിലും കുറച്ച് കൂടിയാലും തിരക്കില്ല. നമ്മൾ ഒരു നിലക്കും ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യേണ്ട എന്ന തീരുമാനമെടുത്തു. അതുകൊണ്ട് ഞങ്ങൾക്ക് മനോഹരമായി ചെയ്യാൻ പറ്റി. പിന്നെ അവിടെ അല്ലെങ്കിൽ തന്നെ ഞങ്ങളുടെ കോളേജുണ്ട് തൊട്ടടുത്ത്. ഞങ്ങൾ നടത്തുന്ന ചാരിറ്റി കോളേജാണ്. മുട്ടിൽ ലത്തീനാൻ്റെ കീഴിലുള്ള ഒരുപാട് കോളേജുകൾ, ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ആർക്കുണ്ടെങ്കിലും അവിടെ അഡ്മിഷനൊക്കെ കിട്ടും, പഠിക്കാം. അതുപോലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇതൊക്കെ നമുക്ക് ഭാവിയിൽ ചെയ്യാം. ഞങ്ങളെല്ലാം കണ്ടിട്ട് തന്നെയാണ്. പിന്നെ അവിടെ ഇനി ഒരുപാട് നിർമ്മാണങ്ങൾ നടക്കാനുണ്ട്. അവർക്കൊരു ഹാള് വേണം, ബാക്കി സൗകര്യങ്ങൾ ഓരോ ജനവിഭാഗങ്ങൾക്ക് അവിടെ ആരാധനാ രീതിക്ക് സൗകര്യങ്ങൾ ഏർപ്പെടുത്താനുള്ള സ്ഥലമൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അവർക്കത് നിർവഹിക്കാം, അതിനുള്ള പ്രകടനമുണ്ട്. അങ്ങനെ ഞങ്ങളൊന്നും ക്വാളിറ്റി അതുപോലെ തന്നെ ഐഡിയോളജി അതൊന്നും കോംപ്രമൈസ് ചെയ്യാതെ പോയി. അതാണുള്ളത്. ഇതിനെ നമ്മൾ മറ്റ് പബ്ലിസിറ്റിക്ക് ഉപയോഗിക്കേണ്ട നിങ്ങൾ ആ തീരുമാനം ആദ്യം ഉണ്ടായി. പക്ഷേ നമുക്ക് മറുവശത്ത് കാണുന്ന സർക്കാർ ഇപ്പോൾ ടൗൺഷിപ്പാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ആ വീടുകൾ ഇപ്പോഴും കൈമാറാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുകയാണ്. അപ്പുറത്ത് പ്രതിപക്ഷത്തിൽ കോൺഗ്രസ് ആകട്ടെ സ്ഥലം ഏറ്റെടുത്തിരിക്കുന്നു. പക്ഷേ ഇതുവരെ ഒരു വീടിന്റെ നിർമ്മാണത്തിലേക്ക് കടക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇവർക്കൊക്കെ തന്നെ ഒരു പാഠമാകുന്നുണ്ട് മുസ്ലിം ലീഗ് അല്ലേ? അല്ല, ഇത് സർക്കാരിൻ്റെ പദ്ധതിയായിട്ട് സഹകരിക്കാനുള്ള ഒരു മൂഡായിരുന്നു എല്ലാവർക്കും തുടക്കത്തിൽ. ഞങ്ങളൊക്കെ അത് പറയും ചെയ്താണ്. ഈ കാര്യത്തിൽ ഞങ്ങൾ ഒരു വിട്ടുവീഴ്ചയില്ല. അതുകൊണ്ട് ലീഗും കോൺഗ്രസും ഒക്കെ ആദ്യഘട്ടത്തിൽ സഹകരിച്ചു. ഒരു ഘട്ടം എത്തിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് സർക്കാരിൻ്റെ പദ്ധതി ഈ സ്ഥലത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് വെറുതെ നീണ്ടു പോവുകയാണ് എന്നുള്ളത്. അപ്പം ഞങ്ങൾ മാന്യമായിട്ട് അവരോട് പറഞ്ഞു ഞങ്ങളുടെ പദ്ധതിയായിട്ട് മുന്നോട്ട് പോകാം. കോൺഗ്രസ് അതിന് മുമ്പ് തന്നെ കോൺഗ്രസിൻ്റെ എല്ലാ ചോയ്സുള്ള ഫണ്ടും സർക്കാരിലേക്ക് കൊടുത്ത് കർണാടക ഗവൺമെൻറ് 20 കോടി കൊടുത്ത് അവർ അന്നത്തെ സർക്കാരിൻ്റെ പദ്ധതിയുടെ തർക്കലിടയിൽ മുഖ്യമന്ത്രി അവർ കർണാടക ഗവൺമെൻറ് പ്രത്യേകം നന്ദി പറഞ്ഞു.
അതുപോലെ കോൺഗ്രസ് എല്ലാ ദിവസവും ഫണ്ട് അവർക്ക് കൊടുത്തു. അതുകൊണ്ട് അവർ വിശ്വസിച്ച് നിന്ന് ഞങ്ങൾ വേഗം തീരുമാനമെടുത്തു. അവർ കുറച്ച് ഡിലേ ആയിപ്പോയി, അത്രേ ഉള്ളൂ. അത് പിന്നെ ഇപ്പം അവർ വേഗം സ്ഥലം വാങ്ങി ബാക്കിയുള്ളവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സർക്കാരിൻ്റെ പദ്ധതി അനന്തമായി നീണ്ടുപോയതാണ് കാര്യങ്ങൾ പിന്നെ വൈകിയത്. അല്ലെങ്കിൽ ഇതുപോലെ ദുരന്തം സംഭവിച്ചിട്ട് അവർക്കൊരു വീട് കൊടുക്കാനൊക്കെ 2 കൊല്ലം വേണം. അത് അവിശ്വസനീയമായ ഡിലേ ആണ്. ഇത്രയധികം പണം നമ്മളെല്ലാവരും പിരിച്ചു നൽകുകയും ചെയ്തിട്ടുണ്ടല്ലോ. അതാണ് എത്ര പണം. ഞങ്ങളൊക്കെ ഇപ്പോൾ ഈ ഫണ്ടുണ്ടാക്കുക എന്ന് പറഞ്ഞ് വളരെ ഈ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടി വളരെ ഞെരുങ്ങി ബുദ്ധിമുട്ടി. പക്ഷേ സർക്കാർ എന്തെല്ലാം കാര്യങ്ങളിൽ പിന്നെ ആരുടെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ് അത് എല്ലാവരും സഹകരിച്ചു. സർക്കാരല്ലേ എന്ന് വിചാരിച്ച് എല്ലാവരും കൈ അയച്ച് സഹായിക്കുകയും ചെയ്തു. ഫണ്ട് കയ്യിലിരുന്നിട്ടും ഇത്ര ഡിലേ വന്നത് അത് വല്ലാത്ത ഒരു വീഴ്ചയായിപ്പോയി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവരെ കാലാവധി അവർക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതാണ് ഉണ്ടായത്. ഇനി ഏതാണ് ഇലക്ട് ചെയ്ത് ഗവൺമെൻറ് ഏതാണോ വരുന്നത് അവരെ ആ പ്രോജക്റ്റ് ചെയ്യേണ്ട സ്ഥിതിയായില്ലേ. വലിയ പരാജയമായിപ്പോയി അവർക്കത്. ഈ സാമുദായിക സൗഹാർദ്ദത്തിന്റെ കാര്യത്തിൽ ലീഗ് എപ്പോഴും മാതൃക കാണിച്ചിട്ടുള്ളതാണ് എല്ലാ ഘട്ടത്തിലും. നിങ്ങളെ ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ പതാക പാകിസ്ഥാന്റെ പതാകയാണ് എന്ന പ്രചാരണം വരെ ദേശീയ തലത്തിൽ നടത്തിയൊരു പാർട്ടിയാണല്ലോ നമുക്ക് കേന്ദ്രം ഭരിക്കുന്നത്. അപ്പോൾ കേന്ദ്രത്തിന് കൂടി ഒരു പാഠമാവുകയാണ് ഇവിടെ വീടുകൾ നിർമ്മിച്ചുകൊണ്ട് ലീഗ് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി, നിങ്ങൾ ഇപ്പോൾ ഒരു പാഠമാകുന്നത് സർക്കാരിനാണ്, പ്രതിപക്ഷത്തെ തന്നെ ഒന്നാമത്തെ കക്ഷി കോൺഗ്രസിനാണ്, കേന്ദ്ര സർക്കാരിനാണ്. ആ രൂപത്തിലാണ് നിങ്ങൾ ഈ കാര്യങ്ങൾ നടപ്പാക്കിയിരിക്കുന്നത്. ഇനി ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരോട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യം, കാരണം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ എല്ലാ ഘട്ടത്തിലും പറഞ്ഞുകൊണ്ട് ഞങ്ങളിതാ ടൗൺഷിപ്പ് ഉണ്ടാക്കിയില്ലേ എന്നിങ്ങനെ ആവർത്തിച്ച് പറയുകയാണ്. ലീഗ് പ്രചാരണത്തിലൊന്നും ഇത് പറഞ്ഞു കണ്ടതുമില്ല. ഞങ്ങൾ ഈ വിഷയം തെരഞ്ഞെടുപ്പിൽ പറഞ്ഞിട്ടേ ഇല്ല. ഇത് മാത്രമല്ലല്ലോ, ഞങ്ങൾ നടത്തുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ എത്രയുണ്ട്. ഓരോ പഞ്ചായത്തിലും ഡയാലിസിസ് സെൻ്റർ ഉണ്ട്, മിക്കവാറും ഞങ്ങളുടെ സ്വാധീന മേഖലയിലൊക്കെ ഒക്കെ ഫ്രീ ആണ്. അതുപോലെ ഓരോ സർക്കാർ ആശുപത്രിയുടെ മുമ്പിലും കൂട്ടിരിപ്പുകാർക്ക് ഭക്ഷണം കൊടുക്കുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ മുമ്പിൽ ചെന്ന് നോക്കിയാൽ കാണാം, തിരുവനന്തപുരത്ത് കാണാം ക്യാൻസർ ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ. ഞങ്ങളത് ഒരിക്കലും പബ്ലിസിറ്റിക്ക് ഉപയോഗിക്കാറില്ല. അതൊരു പുണ്യപ്രവൃത്തിയാണ്. അതിന് പിന്നെ ദൈവത്തിൽ നിന്ന് പ്രതിഫലം ലഭിക്കും എന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അവിടെ ജാതി മതം നോക്കാനും പാടില്ല എന്ന് വളരെ നിർബന്ധമുണ്ട്. ഇപ്പോൾ ഈ ടി മുഹമ്മദ് ബഷീർ നേതൃത്വം നൽകുന്ന തിരുവനന്തപുരത്ത് സെൻറ്ററിനൊക്കെ എല്ലാവരും പ്രശംസിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ കാലാകാലമായി ചെയ്തു പോരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിനെ മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ കൊടുത്ത വീട്ടിലെ ഒരു ഹിന്ദു കുടുംബം അവരുടെ ഗണപതി ഹോമമൊക്കെ നടത്തിയിട്ട് അവരുടെ സന്തോഷത്തോടു കൂടിയുള്ള മുഖം കണ്ടുകൊണ്ടാണ് ഞങ്ങൾ തുടങ്ങിയത് കേട്ടോ. അല്ല, അത് പിന്നെ ഇവിടെ വേണമല്ലോ. കാരണം ഓരോരുത്തർക്കും അവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ശ്ലോകം തന്നെ. അതേ നമ്മൾ നമ്മുടെ പാർട്ടിയുടെ ഒരാവശ്യമായി പറയുന്നുള്ളൂ. അത് ഞങ്ങൾക്ക് ബാധകമാണ്, അവർക്കും ബാധകമാണ്. അവർക്ക് അവിടെ എല്ലാവിധ ഫ്രീഡവും അവിടെ ഉണ്ട്. അവരായിട്ട് തന്നെ അതൊക്കെ നടത്തും. മാത്രമല്ല ഇവിടെ ഒരു വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയല്ല, ന്യൂനപക്ഷ വർഗീയതയും ശക്തി പരത്തുന്നത് വളരെ നിർബന്ധമുള്ള ഒരു പാർട്ടിയാണ്. ഞങ്ങൾ എല്ലാ ഘട്ടങ്ങളിലും ഞങ്ങൾ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ അറിയാം, ഒരു ന്യൂനപക്ഷ വർഗീയതയോടും ഞങ്ങൾ കോംപ്രമൈസ് ചെയ്തിട്ടില്ല, ഇനി കോംപ്രമൈസ് ചെയ്യൂല. ശരിയാണ്, ചില സമയങ്ങളിൽ നിങ്ങൾ ശക്തമായി പ്രതികരിക്കേണ്ടേ എന്ന് പുറത്തു നിൽക്കുന്നവർക്ക് തോന്നാം, പക്ഷെ നിങ്ങൾ പ്രതികരിക്കാതിരിക്കുകയാണ് ചെയ്യുക. അങ്ങനെ ആ പ്രതികരണം, ഒരു ചെറിയ പ്രതികരണം പോലും ഉണ്ടാക്കാൻ ഇടയുള്ള സ്പാർക്കിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ല ബോധമുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തവുമാണ്. ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി, ഇനിയൊരു പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പോൾ ഇതാ കനത്ത ചൂടാണ്, രാത്രി ഇപ്പോൾ എല്ലാ വീടുകളിലും കറണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ഇതാ നിങ്ങളുടെ കാലത്തെ, നിങ്ങളുടെ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന ആ 5 വർഷം ഇരുണ്ട യുഗം, ഇരുണ്ട കാലമെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയ ഇടതുപക്ഷ സർക്കാർ ഇപ്പോൾ ഇത് അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് നടത്തിയിരിക്കുന്നതാണ്. എല്ലാ ദിവസവും രാത്രി വീടുകളിൽ കറണ്ട് പോവുകയാണ്. ഈ സാഹചര്യത്തെ എങ്ങനെയാണ് ലീഗ് കാണുന്നത്? അല്ല, ഇത് വളരെ ഗൗരവമുള്ള ഒരു സാഹചര്യമാണ്. ഉമ്മൻചാണ്ടി വാസ്തവത്തിൽ വളരെ ദീർഘവീക്ഷണത്തോടു കൂടി ഈ കാര്യത്തിൽ പ്രവർത്തിച്ചതാണ്. കാരണം ഇങ്ങനെയുള്ള സന്നിഗ്ധ ഘട്ടത്തിൽ നമുക്ക് വൈദ്യുതി വാങ്ങേണ്ടി വന്നേക്കാം. അത് കണ്ടതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി അന്ന് കുറഞ്ഞ പണത്തിന് വൈദ്യുതി വാങ്ങാൻ ദീർഘകരാറുണ്ടാക്കിയത്. നമ്മളിങ്ങനെ വലിയ തള്ളുകൊണ്ട് കാര്യമില്ലല്ലോ, കാരണം നമ്മളെല്ലാം തികഞ്ഞു. ടെക്നോളജിയിൽ കുറച്ച് മാറ്റം വന്നപ്പോൾ പിന്നെ പ്രസരണ നഷ്ടം കുറച്ച് കുറക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു ഗുണമാണ് ഇപ്പോൾ ഇടയ്ക്ക് നമ്മൾ കണ്ടത്. അല്ലാതെ അത്ര അധികം വൈദ്യുതി ഉണ്ടാക്കിയില്ല. പിന്നെ ഈ സോളാറൊക്കെ വന്നു, ജനറേറ്ററുകൾ വന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു ഗുണം കണ്ടത്. പക്ഷെ അത് നല്ല കാര്യം തന്നെ. പക്ഷേ ദീർഘകാല കരാറ് വലിയ അനുഗ്രഹമായിരുന്നു. വൈദ്യുതി ഇവിടെ അത്യാവശ്യം വരുമ്പോൾ കുറഞ്ഞ പൈസക്ക് കിട്ടാനുള്ള ദീർഘകാല കരാറ് എന്തിനാണ് ക്യാൻസൽ ചെയ്തത്? ഞങ്ങളുടെ കരാറായതുകൊണ്ട് അവരെടുത്ത് ക്യാൻസൽ ചെയ്ത് അതൊന്നും ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ വലിയ പണം കൊടുത്ത് വൈദ്യുതി വാങ്ങാൻ ബോർഡിന് കഴിയില്ല. അപ്പോൾ അതാ പ്രശ്നം. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ലോഡ് ഷെഡിങ് ഇത്ര ഇതായിട്ട് വരേണ്ടി വരുന്നത്. ഇതൊക്കെ ഇനി വരാൻ പോകുന്ന ഗവൺമെൻറ് ഏതാണെങ്കിലും അവിടെ തലയിൽ വരും ഇത്തരം പ്രശ്നങ്ങളൊക്കെ.
അപ്പോൾ അതുകൊണ്ട് ദീർഘദൃഷ്ടിയില്ലായ്മയാണ് ഇപ്പോഴത്തെ ഈ പ്രതിസന്ധിക്ക് കാരണം, ഒരു സംശയവുമില്ല. നിങ്ങളിപ്പോൾ ഏതായാലും ഭരിക്കാൻ തയ്യാറായിരിക്കുന്നു അല്ലേ? ഭരിക്കുമ്പോൾ എങ്ങനെയൊക്കെ വേണം മന്ത്രിമാരുടെ ഓഫീസ് പ്രവർത്തിക്കേണ്ടത് എന്നടക്കമുള്ള കാര്യങ്ങൾ ലീഗ് പറഞ്ഞു കഴിഞ്ഞിരിക്കും. അത്രയ്ക്കും ആത്മവിശ്വാസത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതാ 7 ദിവസമേ ഉള്ളൂ, കൃത്യം ഒരാഴ്ച. അല്ല, ആത്മവിശ്വാസം നല്ലോണം ഉണ്ട്. പക്ഷേ ഗവൺമെന്റിലാണെങ്കിലും പ്രതിപക്ഷത്താണെങ്കിലും ഞങ്ങൾ ആ പറയുന്ന കാര്യങ്ങളൊക്കെ ബാധകമാണല്ലോ. കാരണം ഭരണത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ മുമ്പിലുള്ള പ്രശ്നം ഏതൊക്കെ പദവികൾ നേടണം, ഏതൊക്കെ വകുപ്പ് വേണം, അതൊന്നുമല്ല. ഞങ്ങളുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിലാവുമ്പോൾ ജനങ്ങളോടുള്ള പ്രതിബദ്ധത, അവരുടെ ആവശ്യങ്ങൾ അത് കണക്കിലെടുത്ത് പോയാലേ നിലനിൽപ്പുള്ളൂ. അല്ലെങ്കിൽ സർക്കാർ വന്ന ഒരു കൊല്ലത്തിന്റെ ഉള്ളിൽ ചീത്ത കേൾക്കാൻ തുടങ്ങും, ഭയങ്കരമായിട്ട് വിമർശിക്കപ്പെടും. അത് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഞങ്ങൾ ആ തരത്തിൽ ചർച്ച ചെയ്യുന്നത്. ഏറ്റവും പക്വമായ സമീപനം. വളരെ നന്ദി ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി. രാവിലെ അങ്ങയുടെ നല്ല വാക്കുകളും ഈ നടത്തിയിരിക്കുന്ന സന്നദ്ധ പ്രവർത്തനം അതങ്ങനെ പറഞ്ഞു നടക്കേണ്ട കാര്യമല്ല എന്ന ലീഗിന്റെ നിലപാടിനും ഒന്നുകൂടി അഭിനന്ദനം അറിയിക്കുകയാണ്. താങ്ക് യു.